കാലിഫോർണിയ കത്തിയമരുന്നു. ലോസ് ഏഞ്ചൽസിനെ തീഗോളങ്ങൾ വിഴുങ്ങുന്ന ദൃശ്യങ്ങൾ. ജനം ഭീതി കൊണ്ട് രക്ഷപ്പെട്ടു ഓടുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധനികരുടെ വീടുകൾ പോലും തീഗോളങ്ങൾ ഇല്ലാതാക്കുന്നു. ഒരു വെള്ളത്തിനും ശമിപ്പിക്കാൻ കഴിയാതിരിക്കുന്ന തീഗോളങ്ങൾ ഒരു നഗരത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നു. പല ദൃശ്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചപ്പോഴും പലതും സത്യമല്ല എന്നും വ്യാജ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും ആദ്യമൊക്കെ ഞാനും കരുതി. എന്നാൽ ശരി തന്നെയാണ്, പലതും സത്യമൊന്നുമല്ല. കാലിഫോർണിയയിൽ സംഭവിച്ചത് യഥാർത്ഥത്തിൽ എന്താണ്? എന്തായാലും വിശദമാക്കാം. ഏവർക്കും ടോക്ക് സ്പേസിലേക്ക് സ്വാഗതം. അമേരിക്കയിലെ കാലിഫോർണിയയിൽ കാട്ടുതീ സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ചരിത്രത്തിൽ ആദ്യമായാണ് അമേരിക്കയിൽ ഇങ്ങനെയൊരു ഡിസാസ്റ്റർ ഉണ്ടാകുന്നത്. ഇതൊരു നോർമൽ കാട്ടുതീ ഒന്നും ആയിരുന്നില്ല. ഒരുപാട് മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് അമേരിക്കയിലെ ഒരു സ്റ്റേറ്റ് ആയിട്ടുള്ള കാലിഫോർണിയ. ലോസ് ഏഞ്ചൽസിൽ തന്നെയുള്ള മലനിരകൾ, ഇപ്പം ഈ ഹോളിവുഡ് മലനിരകൾ, അതുപോലെ തന്നെ സാന്റാ മൗണ്ടൻസ് എന്ന് പറയുന്ന അങ്ങനെ ഒരുപാട് മലനിരകൾ അവിടെയുണ്ട്. ഇവിടങ്ങളായിട്ടാണ് ഈ തീ പടർന്നു പിടിച്ചിരിക്കുന്നത്. ശരിയാണ്, വലിയൊരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ വലിയൊരു വൈൽഡ് ഫയർ ആണ് അമേരിക്കയിൽ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇതിനു മുമ്പും അവിടെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇതാദ്യമായിട്ടാണ്. എന്നാൽ AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പല വ്യാജ ചിത്രങ്ങളും പ്രചരിക്കുന്നുണ്ട്. ഇപ്പൊ ഹോളിവുഡ് മലനിരകൾ കത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെ AI ചിത്രങ്ങൾ പ്രചരിച്ചിരുന്നു. പക്ഷെ അതിൽ പകുതിയും വ്യാജമാണ്. ഹോളിവുഡ് മലനിരകൾ കത്തുന്ന AI വീഡിയോസ് ആണ് ഈ പുറത്തു വന്നിട്ടുള്ളത്. അതൊന്നും സത്യമൊന്നുമല്ല. ഞാനും അത് ഈ ഹോളിവുഡ് മലനിരകൾ കത്തുന്ന ഷോർട്സ് ഒക്കെ ഇട്ടിരുന്നു. എന്നാൽ പിന്നീട് മനസ്സിലായി ഈ പറയുന്ന കാട്ടുതീ അവിടെ അല്ലെങ്കിൽ ഹോളിവുഡ് മലനിരകളിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ലെന്നല്ല, ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം ശമിപ്പിച്ചു. അതിനുള്ള തെളിവുകളും ലഭ്യമാണ്. അമേരിക്കയിൽ താമസിക്കുന്ന ഒരു മലയാളി കോണ്ടന്റ് ക്രിയേറ്റർ ഇന്നലെ ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. അതിൽ മനസ്സിലാക്കാം മാധ്യമങ്ങൾ പഠിപ്പിക്കുന്ന തരത്തിൽ ഒന്നും അല്ല കാര്യങ്ങളെന്ന്. ഹോളിവുഡ് മലനിരകൾ കത്തി തുടങ്ങിയ സമയത്ത് തന്നെ അത് പഴയപടി തന്നെ കൊണ്ടുവരാൻ അവിടുത്തെ മോസ്റ്റ് മോഡേൺ എയർക്രാഫ്റ്റുകൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ഈ ഹോളിവുഡ് ഹിൽസ് ചെറിയൊരു ഹിൽസ് ഒന്നും അല്ല, ഒരുപാട് ഹിൽസ് ചേർന്നിട്ടുള്ള ഒരു ഹിൽസ് ആണ് അവിടെ. അവിടെയാണ് താരരാജാക്കന്മാർ എല്ലാം പലരും താമസിക്കുന്നത്. അവിടെയൊന്നും അധികം പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ല. ഉണ്ട്, അതൊക്കെ നിയന്ത്രണ വിധേയമായിരുന്നു. നിയന്ത്രിക്കാൻ കഴിയാത്ത മറ്റു പല സ്ഥലങ്ങളും ചാരമായി പോയിട്ടുണ്ട്. 10ഓളം ആളുകളാണ് അവിടെ മരണപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ അറിയുന്നത്, അല്ലെങ്കിൽ 11ഓളം ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നു. അതൊന്നും അല്ല സത്യം. ലോസ് ഏഞ്ചൽസ് ടൈംസ് പറയുന്നതനുസരിച്ച് ഏകദേശം 60ൽ കൂടുതൽ ആളുകൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള സാധ്യതയുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇനി ലോസ് ഏഞ്ചൽസ് സിറ്റി മുഴുവനായിട്ടും കത്തിപ്പോയെന്നും പറയുന്നതും ശരിയൊന്നുമല്ല. ഇപ്പം ഇവർ ചെയ്തിട്ടുള്ള ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് ഇന്നലത്തെ ദൃശ്യങ്ങളാണ്. അവിടങ്ങളിൽ പല സ്ഥലങ്ങളും യാതൊരു പ്രശ്നവും സംഭവിച്ചിട്ടൊന്നുമില്ല. അപ്പൊ എല്ലാം ഒന്നും സത്യമല്ല. എന്നാൽ വലിയൊരു വൈൽഡ് ഫയർ അവിടെ സംഭവിച്ചിട്ടുമുണ്ട്. 35,000 ഏക്കർ ഭൂമി അവിടെ കത്തി നശിച്ചിട്ടുണ്ട്. ഏകദേശം 1 ലക്ഷത്തിലധികം ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്തു കഴിഞ്ഞു. അതായത് 2 ലക്ഷം ആളുകൾ ഇപ്പോൾ അണ്ടർ വാർണിംഗിലുമാണ്. സൗത്ത് കാലിഫോർണിയ പണ്ട് മുതലേ വൈൽഡ് ഫയർ ഭീഷണിയിലായിരുന്നു. പക്ഷെ ഇതുവരെ ജനവാസ മേഖലയിലേക്കൊന്നും ഈ തീ പടർന്നു പിടിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ തന്നെ ഫയർ പിടിച്ചിട്ടുള്ളത് ലോസ് ഏഞ്ചൽസ് സിറ്റിയുടെ ഈസ്റ്റുള്ള ഈറ്റേൺ എന്ന സ്ഥലത്ത് നിന്നും വെസ്റ്റ് പാലിസൈഡ് സ്ഥലത്തേക്കാണ് ഈ തീ പടർന്നിരിക്കുന്നത്. ആ ഭാഗങ്ങളിലുള്ള വീടുകൾ പൂർണ്ണമായിട്ടും കത്തി നശിച്ച സ്ഥിതിയിലാണ്. അമേരിക്കയുടെ ഒരു വലിയൊരു ക്രൈസിസ് തന്നെയാണ് ഈ പറയുന്ന ഈ വൈൽഡ് ഫയർ എന്ന് പറയുന്നത്. ഈ മാസം തന്നെ കാലിഫോർണിയയിൽ 3ാമത്തെ വട്ടമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഒരു മാസം തന്നെ ഇത്രയും വട്ടം സംഭവിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു അവിടുത്തെ അധികൃതർ. ഇപ്പം അമേരിക്കയ്ക്ക് കാട്ടുതീ പുത്തരി ഒന്നുള്ള കാര്യമല്ല. പക്ഷെ ഫയർ നടക്കുന്നതിനൊപ്പം 160 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുക കൂടി ചെയ്തു. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഇപ്പൊ ഫയർ ഇല്ലാതെ വെറുതെ അവിടങ്ങൾ കാറ്റ് വീശുന്ന ഒരു സ്ഥലമാണ് ഈ അമേരിക്ക പോലുള്ള സ്ഥലങ്ങൾ. വലിയ കാറ്റ് വീശുമ്പോൾ തന്നെ വലിയ വലിയ ദുരന്തങ്ങളാണ് സംഭവിക്കാറ്. ഇപ്പൊ കാറുകളും വീടുകളും എല്ലാം പറന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ പലവട്ടം നമ്മൾ കണ്ടിട്ടുണ്ട് അമേരിക്കയിൽ. അത്രയും ശക്തിയായിട്ടാണ് അവിടെ കാറ്റ് ഉണ്ടാവാറുള്ളത്. അപ്പൊ അതിന്റെ കൂടി ഈ ഫയർ കൂടി ഉണ്ടായുള്ള അവസ്ഥ എന്താണ്? ഈ തീ കൂടുതൽ ആളിക്കത്തുകയാണ് ചെയ്യുന്നത്. മറ്റു സ്ഥലങ്ങളിലേക്കും ഇത് വ്യാപിക്കും. അങ്ങനെയാണ് ഇവിടെ ഇത്രയും തീപിടുത്തം രൂക്ഷമായത്. ഇനി അമേരിക്കയിൽ ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് ഇത് അമേരിക്കയ്ക്ക് കിട്ടേണ്ട അടിയാണെന്നും
ഇസ്രയേൽ എന്ന രാജ്യത്തിന് പലസ്തീനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക കൊടുത്ത സഹായത്തിന്റെ അനന്തരഫലമായാണെന്നും ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ വിശുദ്ധ ഖുറാനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നും ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. പല രീതിയിൽ മതപരമായി ഇതിനെ വ്യാഖ്യാനിക്കുന്നൊക്കെയുണ്ട്. ഒന്ന് മനസ്സിലാക്കണം, ഇതെല്ലാം പ്രകൃതി ദുരന്തങ്ങളാണ്. എപ്പോൾ എവിടെ വേണമെങ്കിലും ഏത് രീതിയിലും സംഭവിക്കാവുന്നതാണ്. ഇതിലൊന്നും മനുഷ്യന്റെ കൈ അടയാളങ്ങളൊന്നും എവിടെയും ഇല്ല. അതുകൊണ്ട് ലോകത്തെ മുഴുവനായും ഇല്ലാതാക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രകൃതിക്ക് എല്ലാത്തിനും നശിപ്പിക്കാൻ പറ്റും. അമേരിക്കയിൽ ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ പലതും വളരെ സന്തോഷിക്കുന്നുണ്ട്. പ്രകൃതിയാണ്, എവിടെ വേണമെങ്കിലും എന്തും സംഭവിക്കാം, എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. ഇനി അമേരിക്കയിൽ ഇപ്പോൾ കത്തിപ്പടരാനുണ്ടായ ഒരു കാരണം കാലിഫോർണിയ മലനിരകളെല്ലാം തന്നെ നല്ല പച്ചപ്പ് നിറഞ്ഞ മലനിരകളാണ്. മാത്രമല്ല ഈ പ്രദേശങ്ങളിൽ ഇപ്പോൾ അടിക്കുന്ന സാന്റാ ആന എന്ന കാറ്റ് വീശുന്നുണ്ട്. വളരെ ശക്തമായാണ് ഈ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. ഈ കാറ്റ് വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു കാറ്റ് കൂടിയാണ്. അത് ഈ തീ ആളിക്കത്താൻ കൂടുതൽ കാരണമാകുന്ന ഒന്നാണ്. എന്നാൽ ഇപ്പോൾ അത് ശക്തി പ്രാപിച്ചതിനാലാണ് ഇത്രയും വലിയൊരു ദുരന്തം അവിടെ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഈ ജനുവരി മാസം എന്ന് പറയുന്നത് മരങ്ങളെല്ലാം കുറച്ചും കൂടി ഡ്രൈ ആയിട്ടുള്ള ഒരു സമയം കൂടിയാണ്. പെട്ടെന്ന് തീ പിടിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥ കൂടിയാണ് അവിടെ. കൂടാതെ ഈ തീ പടർന്നു പിടിച്ചപ്പോ ഇലക്ട്രിക് കമ്പികൾ സ്പാർക്ക് ആയതുകൊണ്ട് കൂടുതൽ തീ വ്യാപിക്കാനും സാധ്യതയുണ്ടായി. എന്തായാലും അമേരിക്കയുടെ അത്യാധുനിക എയർക്രാഫ്റ്റുകളുടെ സഹായത്തോടെ ഒരുവിധം അവിടെ നിയന്ത്രണ വിധേയം അല്ലെങ്കിൽ തീയെ ശമിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഒരുപാട് നാശനഷ്ടങ്ങൾ അമേരിക്കയിൽ സംഭവിക്കുകയും ചെയ്തു. ഇതെല്ലാം അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയ കാട്ടുതീയെല്ലാം ഉണ്ടാകുന്നത്. എന്തായാലും അതെല്ലാം പെട്ടെന്ന് തന്നെ അവിടെ റിക്കവർ ചെയ്യാൻ അമേരിക്കയ്ക്ക് പറ്റും. മറ്റു രാജ്യങ്ങളെ പോലെ അല്ല അമേരിക്ക പെട്ടെന്ന് തന്നെ എല്ലാം പഴയ പടിയാകും. അമേരിക്ക തകരാൻ ആഗ്രഹിക്കുന്ന പല രാജ്യങ്ങൾക്കും ഇത് വലിയ സന്തോഷം പകരുന്ന നിമിഷങ്ങൾ തന്നെയാണ്. പക്ഷെ പ്രകൃതി ദുരന്തങ്ങളാണ്, എവിടെയും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഇതെല്ലാ രാജ്യങ്ങളും അല്ലെങ്കിൽ എല്ലാവരും മനസ്സിലാക്കിയാൽ കൊള്ളാം.